ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ദായിങ് നമ്മുടെ മനസ്സ് കടന്നെത്തുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തെ വരവേൽക്കാൻ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് മലപ്പുറം നഗരസഭ. നമുക്കറിയാം, മലപ്പുറമൊക്കെ ഈ വേൾഡ് ഫുട്ബോൾ ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായും അതിൻ്റെ ലഹരിയിൽ അമരുന്ന സ്ഥലമാണ്. നഗരസഭയിലെ ബാലസഭാ അംഗങ്ങളായ 3000 കുട്ടികൾക്ക് ജേഴ്സിയും വിവിധ ബാലസഭാ ക്ലബ്ബുകൾക്ക് ഫുട്ബോളുകളും മിനി ബ്ലാസ്റ്റേഴ്സ് മലപ്പുറം മുനിസിപ്പാലിറ്റി എന്ന് പേരിട്ട പരിപാടിയിലാണ് വിതരണം ചെയ്തത്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി നിർവഹിച്ചു. ലോകമെങ്ങും ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തിലേക്ക് നടന്നു കയറാൻ പോവുകയാണ്. മലപ്പുറത്ത് അറിയാം, മലപ്പുറം എന്ന് വെച്ചാൽ ഫുട്ബോളിന്റെ ഈറ്റില്ലമാണ് കേരളത്തിന്റെ. മലപ്പുറത്തും ആവേശം പല മടങ്ങ് ഉയരാൻ പോവുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം നഗരസഭ കുട്ടികൾക്ക് സൗജന്യമായി ജേഴ്സിയും ഫുട്ബോളും വിതരണം ചെയ്യാൻ പോകുന്ന പരിപാടിയുടെ ഇടത്താണ്. നഗരസഭയിലെ എല്ലാ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ബാലസഭയിൽ രജിസ്റ്റർ ചെയ്ത ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾക്കാണ് നഗരസഭ ജേഴ്സിയും ഫുട്ബോളും വിതരണം ചെയ്യുന്നത്. വേറിട്ട ഒരു പരിപാടിയാണ്. 3000-ലധികം കുട്ടികൾക്കാണ് നഗരസഭ ഇത്തരത്തിൽ ഫുട്ബോൾ നൽകുന്നത്. ഇതാദ്യമായിട്ടായിരിക്കാം ഇത്രയും അധികം കുട്ടികൾക്ക് ഫുട്ബോളും ജേഴ്സിയും ഒക്കെ ഒരു നഗരസഭ നൽകുന്നത്. എന്നാണെങ്കിലും വലിയ ആവേശത്തോടെയാണ് ലോകകപ്പിനെ വരവേൽക്കാൻ മലപ്പുറം ഒരുങ്ങുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇത്തരത്തിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ കുട്ടികൾക്കും വലിയ സന്തോഷമാണ്, ആവേശമാണ്. നമുക്ക് കുട്ടികളോട് ചോദിക്കാം, മക്കളെ, നിങ്ങളൊക്കെ ഫുട്ബോൾ കളിക്കുന്നവരല്ലേ? ഏതാണ് ടീം ഇഷ്ടപ്പെട്ട? മെസ്സിയുടെ ടീമാണോ? ഏതാ ടീം? നിങ്ങൾക്ക് ഇപ്പൊ സൗജന്യമായിട്ട് ജേഴ്സി ഫുട്ബോളൊക്കെ കിട്ടുമല്ലേ? എന്താ തോന്നുന്നത്? നല്ല കാര്യം. ഏത് ടീമിലാ കളിക്കണേ? ഫുൾ ടീമിലാണോ? അതല്ല, ഇഷ്ടപ്പെട്ട ടീമാണ് പോർച്ചുഗൽ. എന്താണ് സൗജന്യമായിട്ട് ഫുട്ബോൾ കിട്ടുന്നത്, ജേഴ്സി കിട്ടുന്നത്? എന്ത് തോന്നുന്നു? ഇപ്പൊ നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. ഇനി എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം അല്ലേ? സ്കൂൾ ടീമിൽ കളിക്കാറുണ്ടോ? ഇല്ല. എന്താണ് ഫുട്ബോളിലെ കപ്പ് വരല്ലേ? എന്താ അഭിപ്രായം? നിങ്ങൾക്കൊക്കെ സൗജന്യമായിട്ട് ഫുട്ബോളും ജേഴ്സിയൊക്കെ കിട്ടുമല്ലേ? എന്താ തോന്നുന്നത്? നല്ല ഉപകാരം, എല്ലാവർക്കും കിട്ടും. കളിക്കാൻ പോവല്ലേ? അതിട്ട് കളിക്കും. അടിപൊളി അല്ലേ? ഹാപ്പിയാണോ? കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി ഇതിനെക്കുറിച്ച് നഗരസഭ ചെയർപേഴ്സണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. വേൾഡ് കപ്പിന് വരവേൽക്കുക, പിന്നെ ഇത്രയും കുട്ടികൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അവരുടെ ഒരു ടാലൻ്റാണ്. ആ ടാലൻറ്റ് വളർത്താനുള്ള അതിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി ഇങ്ങനെ സൗജന്യമായിട്ട് ജേഴ്സിയും ഫുട്ബോളും കൊടുക്കുന്നത്. എത്ര കുട്ടികളൊക്കെ കൊടുക്കുന്നത്? അവർ തിരഞ്ഞെടുത്ത മാനദണ്ഡം എന്താണ്? ബാലസഭയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും, എല്ലാ വാർഡിലും മുഴുവൻ ബാലസഭ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. 3000 ജേഴ്സിയും ഒരു ബാലസഭയ്ക്ക് ഒരു ഫുട്ബോളും. അങ്ങനെയാണ്. 3000. എന്നാലും ഒട്ടേറെ വ്യത്യസ്തമാർന്ന പരിപാടികൾ കായിക മേഖലയ്ക്ക് വേണ്ടി മലപ്പുറം എപ്പോഴും നൽകുന്നതാണ്. അക്കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു കുട്ടികൾക്ക് ജേഴ്സിയും ഫുട്ബോളും വിതരണം ചെയ്യുന്ന പരിപാടിയെ കണക്കാക്കണം. ഇനി ലോകകപ്പിൻ്റെ ആവേശം ഉയരുമ്പോൾ ഇതിലേറെ വ്യത്യസ്തമായ പരിപാടികൾ നമുക്ക് ഒട്ടേറെ ഇടങ്ങളിൽ നിന്ന് ഇതിൻ്റെ മാതൃകയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.